ഇത് തമിഴ്നാട്ടിലെ പട്ടികളെ കണ്ടോ നിങ്ങൾ? ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇവൻ തമിഴൻ, ഞാൻ മലയാളി. ഇതെന്നെ വാലാട്ടി നിൽക്കുന്നതുണ്ടോ? ഇതുങ്ങൾ അതുകൊണ്ട് അവിടെയും കിടപ്പുണ്ട്. ഇതുങ്ങളെ നമ്മളെ ആക്രമിക്കത്തില്ല. അതുകൊണ്ട് അടുത്ത ആൾ വരുന്നുണ്ട്, കണ്ടോ? ഇവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വാലാട്ടി വന്ന് നമ്മുടെയൊക്കെ നിൽക്കും. നമ്മളെ ആക്രമിക്കാൻ വരത്തില്ല, അങ്ങനെ ഒന്നുമില്ല. ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ വേസ്റ്റ് വലിച്ചെറിയാറില്ല. കോഴി വേസ്റ്റ് ആണേലും പട്ടി വേസ്റ്റ് ആണേലും ഒന്നും. ഈ പട്ടി വേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത്, പട്ടിക്ക് തുല്യമായവന്മാരാണ് നമ്മുടെ കേരളത്തിൽ ഈ വേസ്റ്റുകൾ വലിച്ച് എറിയുന്നത്. ഈ പട്ടി വേസ്റ്റ് തിന്നും ഈ പശുവിനെ കട്ട് ചെയ്യുന്നതിൻ്റെ കുടലൊക്കെ ഉണ്ടല്ലോ, പണ്ടവും കുടലും ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ ബൈപ്പാസുകളിലും അവിടെ ഇവിടെ ആരും കാണാതെ ഇവൻ വലിയ മിടുക്കനാന്ന് പറഞ്ഞ് അറവുശാലയിലെ യവന്മാരൊക്കെ കൊണ്ട് തള്ളാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തിന്നും തോറും ഇത് കൂടിക്കൊണ്ടിരിക്കുക. വാശി, അതായത് ശൗര്യം കൂടുക. ഈ മാംസങ്ങൾ കഴിക്കും തോറും ഇതിന് ശൗര്യം കൂടും. ഇവിടെ ഇതിനൊക്കെ വെജിറ്റേറിയനെ കിട്ടുന്നുള്ളൂ. ഇവിടുത്തെ ആൾക്കാർ കൂടുതലും വെജിറ്റേറിയൻ കഴിക്കുന്നുണ്ട്. ഇതുങ്ങൾക്കും അതൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് ഇതുങ്ങൾക്ക് ശൗര്യമില്ല. നമ്മളെ കണ്ടാൽ ആക്രമിക്കാൻ വരത്തില്ല. ഇത് കണ്ടുപഠിക്കേണ്ട വലിയൊരു കാര്യം തന്നെയാണ്. കണ്ടോ, ഞാനിപ്പോൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞാനുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. പക്ഷേ ഇത് വാലാട്ടി വളരെ സൈലൻ്റായിട്ട് നിൽക്കുന്ന ഇതിൻ്റെ ശാസ്ത്രനാമം നമ്മൾ പഠിക്കേണ്ടത്, നമ്മുടെ കേരളത്തിൽ വേസ്റ്റ് വലിച്ചെറിയുന്നത് കൊണ്ടാണ് ഈ പട്ടിക്ക് ശൗര്യം കൂടുകയും ഒരു നേരം ഇതിന് കിട്ടാതെ വരുമ്പോൾ മനുഷ്യനെ ആക്രമിക്കുകയും ചെയ്യുന്നത്. വേസ്റ്റ് വലിച്ചെറിയുന്നത് നിർത്തൂ, നമ്മുടെ പ്രാണനെ രക്ഷിക്കൂ.